സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഈ തെരച്ചിലിനും പരിശോധനയ്ക്കൊക്കെ ആയിട്ട് ഇവരെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. നിങ്ങൾ മലപ്പുറത്തല്ലേ വരുന്നത്? ഇവിടുന്ന് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഇവിടെ ഇപ്പോൾ എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഇവിടുത്തെ നിർദ്ദേശം അനുസരിച്ച് ഇവരുടെ റെസ്ക്യൂവിന് നമ്മൾ ഇവിടെ പോലീസുകാർ കൂടെ നിൽക്കുന്നു. റെസ്ക്യൂ സംഘടന നിങ്ങൾ ഒരുപാട് ദുരന്തങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വെടിക്കെട്ടിന്റെ ദുരന്തത്തിൽ ആദ്യമായിട്ടാണ്? അത് അങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. ഇവിടെ ഈ തെരച്ചിലിന് ഇവരുടെ കൂടെ സഹായിക്കാനാണ് നിർദ്ദേശം? അതെ നിർദ്ദേശപ്രകാരം അവർ പറയുന്നമാതിരി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എപ്പോഴാണ് പ്രവേശിക്കുന്നതിനും പറഞ്ഞു? ഇല്ല, പറഞ്ഞില്ല, അനുമതി കിട്ടിയിട്ടില്ല. ഫോറൻസിക്കിന്റെ പരിശോധന പൂർത്തിയാകും. ഫോറൻസിക് പരിശോധന പൂർത്തിയാവുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷമേ കൂടുതൽ തെരച്ചിലിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് അറിയാനാകുന്നത്. അതുപോലെ തന്നെ ഈ മറ്റ് വിദഗ്ധ സംഘങ്ങൾ ഫോറൻസിക്കിന്റെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമേ അവരും പ്രവേശിക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ ഒരു പകലിൽ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ദുരന്തത്തിന്റെ പിറ്റേ ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടുന്ന് ശേഖരിക്കുന്ന തെളിവുകളും ഇന്ന് ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന വിവരങ്ങളൊക്കെയാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുക. നമുക്കിപ്പോഴും കാണാം ഇവിടെയൊക്കെ ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ ഷെഡുകളായിരുന്നു. ഈ ഷെഡുകൾക്കുള്ളിലായിരുന്നു വെടിക്കെട്ടിൻ്റെ സാമഗ്രികളൊക്കെ, പടക്കവും മറ്റുമൊക്കെ നിർമ്മിച്ചിരുന്നത്. അതെല്ലാം തന്നെ പൂർണ്ണമായും കത്തിയമർന്നു പോയ ഒരു സാഹചര്യമാണ്. ഇവിടെ ഒന്നും നമുക്ക് അവരുടെ വെടിക്കെട്ടിൻ്റെ കോപ്പിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും ആണ് ഇവിടെ കാണാനാകുന്നത്. ഇവിടെയൊക്കെ ബൈക്കുകളും സ്കൂട്ടറും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കത്തിയമർന്ന അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 5000-ലേറെ ടൺ വെടിമരുന്ന് ഈ ഒരു വെടിക്കെട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി സജ്ജമാക്കിയിരുന്നതാണ്. അതാണ് പൂർണ്ണമായിട്ടും. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ ദൃശ്യങ്ങൾ കാണാം. കേന്ദ്രമന്ത്രി തൃശ്ശൂർ MP-യുമായ സുരേഷ് ഗോപി ദുരന്ത സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം സന്ദർശിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ കേന്ദ്രം ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് 2 ലക്ഷം രൂപയുടെ സഹായം പ്രഖ്യാപിച്ചിരുന്നു. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത് പൂർണ്ണമായും മനസ്സിലാക്കുവാനാണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികൾക്കൊക്കെ അദ്ദേഹത്തിന്റെ സന്ദർശനവും മറ്റുമൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അദ്ദേഹം സ്ഥലത്തേക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്താണെങ്കിലും ഈ ഒരു ദുരന്തമുഖത്ത് എപ്പോഴും ഒന്നായി നിൽക്കുന്ന ഒരു ശീലം മലയാളികൾക്കുണ്ട്. അതുതന്നെയാണ് ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ഒരു ദുരന്തമാണ് ഈ തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി ഈ വെടിക്കെട്ട് പുരയിൽ സംഭവിച്ചിട്ടുള്ളത്. സമാനതകളില്ലാത്ത ദുരന്തം എന്നൊക്കെ പറയാം. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിലും ഇത്രയും അധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട മറ്റൊരു ദുരന്തം ഉണ്ടായിട്ടില്ല. അതൊക്കെ പൂരത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരിക്കൽ ഒരു വെടിക്കെട്ട് പുര കത്തിയതല്ലാതെ അന്നൊന്നും ജീവഹാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൂരത്തിൻ്റെ സമയത്താണ് പിന്നീട് വെടിക്കെട്ടിനിടയിൽ ദുരന്തമുണ്ടായി ജീവൻ നഷ്ടപ്പെട്ടത്. 2078 ഉണ്ടായിട്ടുണ്ട്, 84 ഉണ്ടായിട്ടുണ്ട്, ഏറ്റവും അവസാനം 2007 ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇത്രമാത്രം ജീവനെടുക്കുന്ന തരത്തിലായിരുന്നില്ല. ഇത് എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന ചോദ്യം അതിപ്പോഴും ഉത്തരം കിട്ടാതെ ശേഷിക്കുകയാണ്. കൊടും ചൂട് തന്നെയാകാം കാരണമെന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. കാരണം നമുക്കറിയാം 36-38 ഡിഗ്രി ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ചൂട് ഈ ഒരു അപകടത്തിന് വഴിവെച്ചു അല്ലെങ്കിൽ കാരണമായി എന്ന് പ്രാഥമികമായിട്ട് വിലയിരുത്താം. പക്ഷേ ഇതൊക്കെ തന്നെ ഫോറൻസിക്കിൻ്റെ ശാസ്ത്രീയമായ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സങ്കടം ഇക്കാര്യങ്ങളെക്കുറിച്ച് എത്ര പേർക്ക് കൃത്യമായി പറയാനാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അവരുടെ ആരോഗ്യനിലയും ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും പങ്കുവെക്കാൻ കഴിയുന്ന തരത്തിലല്ല, ഗുരുതരമായി പൊള്ളലേറ്റവരാണ്. അങ്ങനെ ഇതിൻ്റെ തെളിവുകൾ തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഇനി പ്രധാനപ്പെട്ടത്. ഇതിൽ അപകടത്തിൽ രക്ഷപ്പെട്ടവർക്ക് ഒരുപക്ഷെ ഇതേക്കുറിച്ച് കൂടുതൽ പറയാനാകണമെന്നില്ല. അവരുടെ ശാരീരിക മാനസിക ആരോഗ്യം അതിനൊന്നും സജ്ജമായിട്ടുള്ളതായിരിക്കില്ല. അപ്പോൾ ഇവിടുന്ന് കണ്ടെടുക്കുന്ന തെളിവുകൾ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതിന് ഇന്നത്തെ ഫോറൻസിക്കിൻ്റെയും മറ്റ്
വിദഗ്ധ സംഘത്തിൻ്റെയൊക്കെ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിനകം തന്നെ ആ നടപടികളിലേക്ക് കടക്കും എന്നുണ്ടെങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ കളക്ടറുമായിട്ടും കമ്മീഷണറുമായിട്ടുമൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. രഞ്ജിത്ത്. ചൊവ്വാഴ്ച വൈകിട്ട് ഉണ്ടായ പൊട്ടിത്തെറി 2 മണിക്കൂറോളം നീണ്ടു. അത്ര വലിയ പൊട്ടിത്തെറിയാണ്. ഇപ്പോൾ അനുമോദിൻ്റെ ക്യാമറ കാണിച്ച ദൃശ്യങ്ങൾ അവിടെ ഇപ്പോഴും പുകച്ചുരുളുകൾ ഉയരുന്നത് കാണാം. അതിനുശേഷവും തീയണയ്ക്കാനായത് 5.5 മണിക്കൂറിന് ശേഷമാണ് എന്നുള്ളതാണ് ഏറ്റവും ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ചുള്ള ഒരു ധാരണയിലെത്തിക്കുന്നത്. 500 മീറ്ററിനുള്ളിൽ 50ഓളം വീടുകൾക്ക് സ്ഫോടനങ്ങളിൽ നാശനഷ്ടമുണ്ടായി. മിക്കവാറും വീടുകളുടെ ജനൽ ചില്ലകൾ തകർന്നു. ഓടിട്ട വീടുകളുടെ മേൽക്കൂര തകരുന്നു. അങ്ങനെ അതിശക്തമായ സ്ഫോടനം. ആദ്യമൊക്കെ ഇവിടുത്തെ സമീപവാസികൾ വിചാരിച്ചിരുന്നത് ഭൂമികുലുക്കമാണ് എന്നും മറ്റുമാണ്. പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയപ്പോഴേക്കും നിരവധി ജീവനുകൾ നഷ്ടമാക്കി കഴിഞ്ഞു. ചാക്കിലാക്കിയാണ് ശരീരഭാഗങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക്, മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഉൾപ്പെട്ടവരുടെയും മൃതദേഹങ്ങൾ ചാക്കിൽ കെട്ടിയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. ചിലരുടെയൊക്കെ ശരീരം പകുതി മാത്രമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ജീവനുള്ളവരാണോ മരിച്ചവരാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ലാതെ വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് ഒരു വിഷമാവസ്ഥ സൃഷ്ടിച്ചത്. മുണ്ടത്തിക്കോട് പാതിരക്കോട് ക്ഷേത്രത്തിന് സമീപത്തെ കുട്ടംകുളം പാടശേഖരത്താണ് ഈ വലിയ ദുരന്തം സംഭവിച്ചത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. 2 ലക്ഷം രൂപ ഇതിനകം കേന്ദ്ര സർക്കാർ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50,000 രൂപയാണ് പരിക്കേറ്റവർക്ക് ഇപ്പോൾ നഷ്ടപരിഹാരമായി കേന്ദ്രം നൽകിയിരിക്കുന്നത്. തൃശ്ശൂർ പൂരം നടത്തിപ്പ് ഇത്തവണ പൂരത്തിൻ്റെ എല്ലാ പ്രൗഢിയോടെയും ഉണ്ടാവില്ല എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടുണ്ട്. തിരുവമ്പാടിയും പാറമേക്കാവും ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. സർക്കാരിൻ്റെ കൂടുതൽ അനുമതിക്കായി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ്. ഈ മരിച്ചവരുടെ ഓർമ്മ, ദുരന്തത്തിൽപ്പെട്ടവരുടെ ഓർമ്മ അത് വല്ലാതെ തൃശ്ശൂരിനെ പൊള്ളിക്കുന്നുണ്ട്. ബദൽ മാർഗങ്ങളടക്കം വെടിക്കെട്ടുകൾക്ക് സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇപ്പോൾ തൃശ്ശൂരിലുണ്ട്. അവർ ഈ പരിക്കേറ്റവരെയൊക്കെ സന്ദർശിക്കുന്നു, മറ്റ് കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഇനിയിപ്പോൾ ഈ കൂടുതൽ കടാവർ നായ്ക്കൾ അവിടെയുണ്ട്. കൂടുതൽ മരണം സംഭവിച്ചോ എന്ന് അറിയണം. അതിൻ്റെ വ്യക്തത വരണമെങ്കിൽ കുറച്ച് കാലമെടുക്കും, സംശയമില്ല. കുറച്ച് സമയമെടുക്കും, സംശയമില്ല. കാരണം അത്രത്തോളം ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. 7 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നു പൂർണ്ണ രൂപത്തിൽ കിട്ടിയത്. 9 മൃതദേഹ അവശിഷ്ടങ്ങളാണ് ലഭ്യമായത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 6 പേരെ മാത്രം തിരിച്ചറിയുന്നു. ICUവിൽ 10 പേർ, അതിൽ 5 പേർ ഗുരുതരാവസ്ഥയിൽ. അങ്ങനെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് ഒരുപക്ഷെ വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണല്ലേ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.